പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. പ്രഭാതത്തിലെ വായു പുതുമയുള്ളതായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ നിലത്തെ മഞ്ഞുതുള്ളികൾ പ്രഭാതകിരണങ്ങളേറ്റ് വിളങ്ങി. കർത്താവെ, പത്രോസല്ല, ശിമിയോൻ പറഞ്ഞു, സസ്യങ്ങളിലെ മഞ്ഞുതുള്ളികളുടെ മേൽ സൂര്യകിരണങ്ങൾ വന്നു വീഴുമ്പോൾ അവ തിളങ്ങി ശോഭിക്കുന്ന കാഴ്ച വിസ്മയകരമാണ്. അങ്ങ് കാണുന്നില്ലേ? ശിമിയോൻ കാണിച്ചു തന്ന സൗന്ദര്യം ഞാൻ നോക്കിക്കണ്ടു. ശിമിയോൻ, നിനക്ക് ഓരോ മഞ്ഞുതുള്ളിയെയും ഓരോ മനുഷ്യരുടെ ആത്മാക്കളായി കാണുവാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഇരുട്ടിൽ അവ മറഞ്ഞിരിക്കുന്നു. എന്നാൽ സൂര്യകിരണങ്ങൾ സ്പർശിക്കുമ്പോൾ അവ തെളിഞ്ഞ് പ്രകാശിക്കുകയും കൊച്ചു കൊച്ചു രത്നങ്ങളായി തീരുകയും ചെയ്യുന്നു. ശിമിയോൻ മഞ്ഞുതുള്ളികളെ ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം എൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അതെ, അവ അതിമനോഹരമാണ്, രത്നങ്ങൾ പോലെ തന്നെ ഇരിക്കുന്നു. മാനവകുലവും ഇതുപോലെ മനോഹരമായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവർക്ക് അങ്ങനെ ആകുവാൻ സാധിക്കും, എന്നാൽ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രം. അപ്പോൾ ദൈവസ്നേഹത്താൽ അവരും ഇതുപോലെ പ്രശോഭിക്കും. ഞാൻ മറുപടി പറഞ്ഞു, എന്നാൽ അപ്രകാരം ചെയ്യുവാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. മത്തായി ഇടയ്ക്ക് കയറി പറഞ്ഞു, അവനും ഇപ്പോൾ എൻ്റെ അരികത്തുണ്ട്. പലരും കരുതുന്നത് പോലെ ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഞ്ഞുതുള്ളികൾ തങ്ങളെ ശോഭയുള്ളതാക്കി തീർക്കുവാൻ സൂര്യനെ അനുവദിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമാണത്. അവർ ചെയ്യേണ്ടത് ഇത് മാത്രം: സൂര്യൻ്റെ സ്നേഹം തങ്ങളിലൂടെയും തങ്ങളിൽ തന്നെയും പ്രകാശിക്കുവാൻ അനുവദിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സാവുക. അപ്പോൾ ഭാരപ്പെട്ടതിനെയെല്ലാം ലഘൂകരിക്കുന്ന ശക്തി അവർ കണ്ടെത്തും. ഞാൻ പ്രതിവചിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ചും ഒരു നിബന്ധനയുമില്ലാതെ അത് സ്വീകരിക്കുമ്പോൾ എപ്രകാരം ആത്മാക്കളെ അത് ഉജ്ജ്വലിപ്പിക്കുന്നു എന്നും മറ്റുമുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ തുടർന്ന് നടന്നു. കഫർനാമിലെ ചന്തകളിൽ നിന്നും വീടുകളിലൊക്കെ മടക്കയാത്ര ചെയ്യുന്ന ഒരു പറ്റം കച്ചവടക്കാർ മുമ്പേ നീങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളെ കൊള്ളയടിക്കുവാൻ പിന്നാലെ കൂടിയിരിക്കുന്ന കള്ളന്മാരാണോ എന്ന സംശയത്തോടെ അവർ ഞങ്ങളെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സമാധാനം, കൈകൾ ഉയർത്തി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ വാക്കിലൂടെ എൻ്റെ സ്നേഹം സ്പർശിച്ചപ്പോൾ അവർ പൂർണ്ണ ബോധ്യമുള്ളവരായി തീർന്നു. സ്വാഗതം, അവരുടെ നേതാവ് തിരിച്ചും അഭിവാദനം ചെയ്തു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അയാൾ ചോദിച്ചു. അടുത്ത ഗ്രാമത്തിലേക്ക്, പത്രോസ് പറഞ്ഞു. സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനുമായിട്ട്. ഇത്തിരി ഗമയിലാണ് യൂദാസ് പറഞ്ഞത്. അവൻ സാധാരണയിൽ കവിഞ്ഞും അല്പം പൊങ്ങിപ്പോയതുപോലെ. നിങ്ങൾക്ക് രോഗികളെ സുഖപ്പെടുത്താനാവുമോ? ആ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ മുഖത്തോട് മുഖം നോക്കി. ഉവ്വ്, വളരെ പ്രധാനപ്പെട്ടവനെ പോലെ കാണപ്പെട്ട യൂദാസ് മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ഗുരു അന്ധരെയും ചെകിടരെയും മുടന്തരെയും സുഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും സൗഖ്യമാക്കാൻ സാധിക്കും. സ്വരമുയർത്തി ആവേശത്തോടുകൂടിയാണ് യൂദാസ് പറഞ്ഞത്. യൂദാസ്, ഞാൻ ശാന്തനായി വിളിച്ചു. മറ്റുള്ളവരുടെ മുമ്പാകെ നമുക്ക് എളിമയുള്ളവരാകാം. നമ്മൾ ജീവിതത്തിലും എളിമയുള്ളവരാകണം. അഹങ്കാരം പാപത്തെ വിളിച്ചു വരുത്തുന്നു, എന്നാൽ വിനയം സമാധാനമാണ് കൊണ്ടുവരുന്നത്. അങ്ങ് ആരാണെന്ന് അവർ അറിയുകയും അവരും അങ്ങയുടെ സ്നേഹത്തിൽ പങ്കുകാരാകുകയും ചെയ്യണം എന്ന് മാത്രമാണ് കർത്താവേ ഞാൻ ഉദ്ദേശിച്ചത്. ഉത്സാഹം ചോർന്നു പോയവനെ പോലെ യൂദാസ് പറഞ്ഞു. നിങ്ങൾ മറ്റുള്ളവരെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എളിമയിൽ നിർവഹിക്കണം. ആരെങ്കിലും എൻ്റെ അരികിൽ വരികയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിനയമുള്ളവനായിരിക്കണം. അല്ലാത്ത പക്ഷം അവർ എൻ്റെ യഥാർത്ഥ സ്നേഹിതരോ അനുഗാമികളോ ആയിരിക്കില്ല. വിനയമാണ് മാർഗം. എന്തെന്നാൽ എളിമയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നു. നന്നായി സംസാരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരുടെ നേതാവായ ആ മനുഷ്യൻ മുമ്പോട്ട് വന്നിട്ട് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എൻ്റെ പേര് ജോസഫ് എന്നാണ്. സുഖമില്ലാത്ത ഒരു മകനുണ്ട് എനിക്ക്. അവൻ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങ് സഹായിക്കുമോ പ്രഭു? അവന് എന്താണ് കുഴപ്പം? പത്രോസ് ചോദിച്ചു. അവൻ അല്പം ദുഷിച്ച വീഞ്ഞു കുടിച്ചതിൻ്റെ ഫലമായി മരണാസന്നനെ പോലെയായിരിക്കുന്നു. വൈദ്യന്മാരെ കൊണ്ട് അവനെ സുഖപ്പെടുത്താനായില്ല. ഹൃദയത്തിൽ ദുഃഖഭാരവുമായി ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അവൻ്റെ അമ്മയുടെ അടുത്ത് കിടന്ന് മരിക്കാൻ വേണ്ടി. എന്നോട് പറയുമ്പോൾ അയാൾ കരഞ്ഞുപോയി. അവൻ എൻ്റെ അരികിൽ കൊണ്ടുവരൂ. ഞാൻ കുനിഞ്ഞ് അയാളെ മൃദുവായി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. 18 വയസ്സിൽ കവിയാത്ത ആ ചെറുപ്പക്കാരനെ താങ്ങി പിടിച്ചുകൊണ്ട് 2 മനുഷ്യർ മുമ്പോട്ട് വന്നു. അവന് തനിയെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. രക്തം ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതുകണ്ട് അറപ്പ് തോന്നിയതിനാൽ യൂദാസ് പുറകോട്ട് മാറി നിന്നു. എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായി ദൈവത്തിനു വേണ്ടി ജീവിക്കുക. ഞാൻ ഇത് പറയുമ്പോൾ അവൻ ഛർദ്ദി നിർത്തി, നേരെ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കണ്ടാൽ അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന് തോന്നുകയില്ല. അവൻ്റെ പിതാവ് തിടുക്കത്തിൽ ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് കരഞ്ഞു. എൻ്റെ മകനെ, എൻ്റെ മകനെ. മകൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് മുട്ടിന്മേൽ വീണുകൊണ്ട് പറഞ്ഞു, ഗുരു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി സൂചകമായി ഞാൻ അങ്ങേ അനുഗമിക്കട്ടെയോ? ഒരു നാൾ നിന്റെ സഹായം ആവശ്യമായി വരും. അതുവരെ നീ കുടുംബത്തോടൊപ്പം ആയിരിക്കുക. അവൻ എന്നെ നോക്കി. ആദ്യം ഭഗ്നാശനായതുപോലെ, പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനായിരിക്കും കർത്താവേ എന്നെ ആവശ്യമായി വരുന്നത്? ഒരു ദിവസം ഒരു മനുഷ്യൻ കുരിശിൽ തറയ്ക്കപ്പെടും. അവൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി നൽകിയിരിക്കുന്നവനാണ്. കുരിശിൻ്റെ ചൂട്ടിൽ അവൻ്റെ അമ്മ ഉണ്ടായിരിക്കും. ഹൃദയം തകർന്ന് മകൻ്റെ ശരീരം ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കാത്ത് അപ്പോൾ നീ സഹായിക്കും.
അവൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി അമ്മയുടെ കരങ്ങളിൽ കിടത്തിക്കൊണ്ട് നീ സഹായിക്കും. ഞാൻ മറുപടി പറഞ്ഞു. അവൻ്റെ പിതാവ് പറഞ്ഞു, കർത്താവേ, എൻ്റെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരത്തിൽ ഞാനും സഹായത്തിനായി അവിടെ ഉണ്ടാകും. നീ ഉണ്ടായിരിക്കും ജോസഫ്. മാത്രമല്ല നിന്റെ നാമം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിച്ചതാണോ? മകൻ ചോദിച്ചു. ഇല്ല, പെട്ടെന്ന് യൂദാസ് പറഞ്ഞു. മാത്രമല്ല എനിക്ക് നല്ല വിശപ്പുമുണ്ട്. എങ്കിൽ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണം, ജോസഫ് പറഞ്ഞു. ഊഷ്മളമായ ഒരു പ്രാതൽ പങ്കുവച്ചതിനു ശേഷം ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.